the age of 14, Bismillah accompanied his uncle to the Allahabad Music Conference. At the age of 14, 14 വയസ്സിൽ ബിസ്മില്ല അക്കംപനീഡ്, ബിസ്മില്ല കൂടെ പോയി അല്ലെങ്കിൽ ബിസ്മില്ല പിന്തുടർന്നു, ഹിസ് അങ്കിൾ അദ്ദേഹത്തിന്റെ മാമനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മാവനെ. എവിടേക്ക്? ടു ദ അലഹബാദ് മ്യൂസിക് കോൺഫറൻസ്, അലഹാബാദിലെ മ്യൂസിക് കോൺഫറൻസിലേക്ക്. At the end of his recital, Ustad Fayaz Khan patted the young boy's back and said, "Work hard and you shall make it." At the end of, അവസാനത്തിൽ, his recital. റിസൈറ്റൽ എന്ന് പറഞ്ഞാൽ ചൊല്ലലാണ്, അതായത് കവിത ചൊല്ലുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അദ്ദേഹം അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഉസ്താദ് ഫയ്യാസ് ഖാൻ പാറ്റഡ് ദ യങ് ബോയ്സ് ബാക്ക്. ഉസ്താദ് ഫയ്യാസ് ഖാൻ പാറ്റഡ്, തലോടി, ദ യങ് ബോയ്സ് ബാക്ക്, ആ ചെറിയ കുട്ടിയുടെ പുറം തലോടി അല്ലെങ്കിൽ ആ ചെറിയ കുട്ടിയുടെ പുറത്ത് തലോടി. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, വർക്ക് ഹാർഡ് ആൻഡ് യു ഷാൽ മേക്ക് ഇറ്റ്. വർക്ക് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യൂ. ആൻഡ് യു ഷാൽ മേക്ക് ഇറ്റ്, നീ അത് നേടിയെടുക്കും അല്ലെങ്കിൽ നീ അത് കൈവരിക്കും. വിത്ത് ദ ഓപ്പണിംഗ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഇൻ ലക്നൗ ഇൻ 1938 came Bismillah's big break. വിത്ത് ദ ഓപ്പണിംഗ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ, അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയുടെ ആരംഭത്തോടു കൂടി അല്ലെങ്കിൽ അതിന്റെ തുടങ്ങലോട് കൂടി, ഇൻ ലക്നൗ, ലക്നൌവില് ഓൾ ഇന്ത്യ റേഡിയോന്റെ തുടക്കത്തോടു കൂടി, ഇൻ 1938, അപ്പോൾ 1938 ലക്നൌവിലെ ഓൾ ഇന്ത്യ റേഡിയോന്റെ തുടക്കത്തോടു കൂടി അല്ലെങ്കിൽ ആരംഭത്തോടു കൂടി, കേം ബിസ്മില്ലാസ് ബിഗ് ബ്രേക്ക്. കേം വന്നു, ബിസ്മില്ലാസ് ബിസ്മില്ലയുടെ, ബിഗ് ബ്രേക്ക് ഒരു വലിയൊരു മാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിന്റെ ഫീൽഡിലെ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു നാഴികക്കല്ല്. അപ്പോൾ ബിസ്മില്ല ഖാന്റെ ലൈഫിൽ അല്ലെങ്കിൽ ബിസ്മില്ല ഖാന്റെ മ്യൂസിക്കിന്റെ ആ ഒരു ഫീൽഡില് ഒരു എടുത്തുചാട്ടം ഉണ്ടാക്കി, ഒരു നാഴികക്കല്ല് ഉണ്ടാക്കി. എന്ത്? 1938 ലക്നൌവിലെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ആരംഭം. He soon became an often heard SHEHNAI player on radio. He soon became, he അദ്ദേഹം അതായത് ബിസ്മില്ല ഖാൻ, soon became പെട്ടെന്നായി തീർന്നു, often heard പലപ്പോഴും കേൾക്കാറില്ല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറില്ല, ഷെഹനായി പ്ലെയർ ഷെഹനായി വാദകൻ, ഓൺ റേഡിയോ റേഡിയോയിൽ. അപ്പോൾ റേഡിയോയിൽ ഇടയ്ക്കിടെ അല്ലെങ്കിൽ പലപ്പോഴും അതോ അല്ലെങ്കിൽ എപ്പോഴും കേൾക്കാറുള്ള ഒരു ഷെഹനായി വാദ്യകനായിട്ട് ബിസ്മില്ല ഖാൻ മാറി. When India gained independence on 15th August 1947, Bismillah Khan became the first Indian to greet the nation with his Shehnai. When India gained independence, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ, on 15th August 1947, 1947 ഓഗസ്റ്റ് 15, ബിസ്മില്ല ഖാൻ became, ബിസ്മില്ല ഖാൻ ആയി തീർന്നു, the first Indian to greet the nation, ആദ്യത്തെ ഇന്ത്യക്കാരൻ, to greet the nation, രാജ്യത്തെ അനുമോദിക്കാൻ, with his ഷെഹനായി, അദ്ദേഹത്തിന്റെ ഷെഹനായി കൊണ്ട്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോ നമ്മുടെ രാജ്യത്തെ ഷെഹനായി കൊണ്ട് അനുമോദിക്കാനുള്ള ആദ്യ ഇന്ത്യക്കാരൻ എന്ന അവസരം ബിസ്മില്ല ഖാൻ നേടി. He poured his heart out into Rag Kafi from the Red Fort to an audience which included Pandit Jawaharlal Nehru, who later gave his famous Tryst with Destiny speech. He poured his heart out. അദ്ദേഹം തന്റെ ഹൃദയത്തെ പുറത്തേക്ക് വർഷിച്ചു. into Rag Kafi, കാഫി രാഗത്തിലേക്ക്, from the Red Fort, റെഡ് ഫോർട്ടിൽ വെച്ച്, to an audience, സദസ്യർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാരിലേക്ക്, which included, ആ ജനക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു ആര്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പോ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ ഓഡിയൻസിൽ, ആ കാഴ്ചക്കാരിൽ ഉൾപ്പെട്ടിരുന്നു. who later gave, പിന്നീട് അദ്ദേഹം നൽകി, അതായത് ജവഹർലാൽ നെഹ്റു പിന്നീട് നൽകി, his famous, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ Tryst with Destiny സ്പീച്ച്, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രസംഗം. അപ്പോ അദ്ദേഹം എന്ന് പറയുന്നത് ഇവിടെ ബിസ്മില്ല ഖാനെയാണ്. അപ്പോ ബിസ്മില്ല ഖാൻ ചെങ്കോട്ടയിൽ വെച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടുന്ന സദസ്യർക്ക് മുന്നിൽ കാഫി രാഗത്തിൽ ഷെഹനായി വായിച്ചത് അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്നത് പോലെയായിരുന്നു. Bismillah Khan has given many memorable performances both in India and abroad. Bismillah Khan has given, ബിസ്മില്ല ഖാൻ നൽകിയിട്ടുണ്ട്, many memorable performances, വളരെയധികം സ്മരണാർഹമായ, അവിസ്മരണീയമായ അല്ലെങ്കിൽ ഓർക്കത്തക്കമായ പെർഫോമൻസസ്, പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രദർശനങ്ങൾ,
ബോത്ത് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്, ഇന്ത്യയിലും വിദേശത്തും. അപ്പോൾ ബിസ്മില്ല ഖാൻ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും, അതായത് വിദേശ രാജ്യങ്ങളിലും വളരെയധികം ഓർമ്മത്തക്കമായ അല്ലെങ്കിൽ അവിസ്മരണീയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർമ്മത്തക്കമായ പ്രകടനങ്ങൾ നൽകിയിട്ടുണ്ട്. His first trip abroad was to Afghanistan, where King Zahir Shah was so taken in by the maestro that he gifted him priceless Persian carpets and other sovereigns. His first trip abroad, അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ യാത്ര, was to Afghanistan, അഫ്ഗാനിസ്ഥാനിലേക്ക് ആയിരുന്നു. Where, അവിടെ King Zahir Shah, രാജാവായ കിങ് സഹിർ ഷാ, was so taken in. Taken in എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് വരുന്നത് അട്രാക്റ്റഡ് എന്നാണ്, അതായത് വശീകരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റുക, ആകർഷിക്കുക. മൈസ്ട്രോ എന്ന് പറഞ്ഞാൽ മഹാനായ സംഗീതജ്ഞൻ അല്ലെങ്കിൽ ആചാര്യൻ. അപ്പോ അഫ്ഗാനിസ്ഥാന്റെ രാജാവ് കിങ് സഹിർ ഷാ മഹാനായ സംഗീതജ്ഞനായ ബിസ്മില്ല ഖാനുമായിട്ട് വളരെയധികം അട്രാക്റ്റഡ് ആയി, വളരെയധികം ഇഷ്ടപ്പെട്ടു. That, അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? He gifted him. The King Zahir Shah gifted Bismillah Khan priceless Persian carpets. വിലമതിക്കാനാവാത്ത പേർഷ്യൻ കാർപ്പറ്റുകൾ. ഈ പേർഷ്യൻ കാർപ്പറ്റ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വസ്തുവായിരുന്നു. വളരെ അമൂല്യമായ നിധി പോലെ വളരെ ഉയർന്ന ആൾക്കാർക്കും അതുപോലെ ആചാര്യന്മാർക്കും മാത്രം വാങ്ങിക്കാൻ കഴിഞ്ഞിരുന്ന പേർഷ്യൻ കാർപ്പറ്റും ആൻഡ് അതർ സോവനീഴ്സ്, മറ്റ് സ്മാരക സമ്മാനങ്ങളും. The king of Afghanistan was not the only one to be fascinated with Bismillah's music. The king of Afghanistan was not the only one. അഫ്ഗാനിസ്ഥാനിലെ രാജാവ് അയാൾ മാത്രമായിരുന്നില്ല എന്ത്? To be fascinated with Bismillah's music. ബിസ്മില്ല ഖാന്റെ സംഗീതത്തിൽ ആകർഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ ബിസ്മില്ല ഖാന്റെ സംഗീതത്തിൽ വശീകരിക്കപ്പെട്ടത്. അപ്പോ ബിസ്മില്ല ഖാന്റെ സംഗീതത്തിൽ ആകർഷിക്കപ്പെട്ടത് അഫ്ഗാനിസ്ഥാന്റെ രാജാവായ ഒരാൾ മാത്രമല്ലായിരുന്നു. Film director Vijay Bhatt was so impressed after hearing Bismillah play at a festival that he named a film after the instrument called Gunj Uti SHEHNAI. Film director Vijay Bhatt, സിനിമാ സംവിധായകനായ വിജയ് ഭട്ട് was so impressed. അദ്ദേഹം വളരെയധികം ഇംപ്രസ്ഡ് ആയി, അതായത് വളരെയധികം ആകൃഷ്ടനായി അല്ലെങ്കിൽ അതിൽ വളരെയധികം വിലമതിച്ചു. ആഫ്റ്റർ ഹിയറിംഗ്, കേട്ടതിന് ശേഷം, ബിസ്മില്ല പ്ലേ അറ്റ് എ ഫെസ്റ്റിവൽ, ബിസ്മില്ല ഖാൻ ഒരു ഫെസ്റ്റിവൽ അതായത് ഒരു സംഗീത ചടങ്ങിൽ ഷഹനായി വായിക്കുന്നത് കേട്ടിട്ട്, ദാറ്റ് ഹി നെയിംഡ് എ ഫിലിം, ദാറ്റ് സോ ദാറ്റ് അതുകൊണ്ട്, ഹി നെയിംഡ് എ ഫിലിം, വിജയ് ഭട്ട് നെയിംഡ് എ ഫിലിം, അദ്ദേഹം ഒരു സിനിമയ്ക്ക് പേരിട്ടു, അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് പേരിട്ടു. ആഫ്റ്റർ ദ ഇൻസ്ട്രുമെന്റ് മീൻസ് ആഫ്റ്റർ ദ ഷെഹനായി അഥവാ ബേസ്ഡ് ഓൺ ദ ഷെഹനായി ഇൻസ്ട്രുമെന്റ്. ഷെഹനായി എന്ന ഉപകരണത്തെ ബേസ് ചെയ്തുകൊണ്ട്, ഷെഹനായി എന്ന ഉപകരണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. കോൾഡ് ഗുഞ്ച് ഉതി ഷെഹനായി. The film called Gunj Uti SHEHNAI. The film was a hit and one of Bismillah Khan's compositions, Dil Ka Khilona Hai Toot Gaya, turned out to be a nationwide chartbuster. The film was a hit. ആ സിനിമ അതൊരു ഹിറ്റായിരുന്നു. ആ സിനിമ വമ്പൻ വിജയം നേടി. And one of the Bismillah Khan's compositions, അത് മാത്രമായിരുന്നില്ല, ബിസ്മില്ല ഖാന്റെ രചനകളിൽ ഒന്നായ ദിൽ ഖാ ഖിലോന ഹെ ടൂട്ട് ഗയ. അപ്പോ ആ സിനിമയിലെ ഒരു പാട്ടായ ദിൽ ഖാ ഖിലോന ഹെ ടൂട്ട് ഗയ അത് എഴുതിയിരുന്നത് ആരായിരുന്നു? ആരുടെ രചനയായിരുന്നു? അത് ബിസ്മില്ല ഖാന്റെ രചനയായിരുന്നു. Turned out, അത് മാറി അല്ലെങ്കിൽ അത് ആയിത്തീർന്നു. To be a nationwide chartbuster. ഇന്ത്യയിലെ ഏറ്റവും നല്ല, ഏറ്റവും ഉയർന്ന, ഏറ്റവും വിറ്റഴിക്കപ്പെട്ട സംഗീതങ്ങളുടെ നിലയിലേക്ക്, ഏറ്റവും മുകളിലേക്ക്, ആ ഒരു ചാർട്ടിലെ ഏറ്റവും മുകളിലേക്ക് ബിസ്മില്ല ഖാൻ രചിച്ച ദിൽ ഖാ ഖിലോന ഹെ ടൂട്ട് ഗയ എന്ന സംഗീതം മാറി. Despite this huge success in the celluloid world, Bismillah Khan's ventures in film music were limited to two: Vijay Bhatt's Gunj Uti SHEHNAI and Vikram Srinivas' Kannada venture Sanadhyapanna. Despite this huge success, in spite of, ആയിട്ടുകൂടി, of this huge success, very big success, ഈ വലിയ വിജയം ഉണ്ടായിട്ട് കൂടി ഇൻ ദ സെല്ലുലോയിഡ് വേൾഡ്, സിനിമാ ലോകത്ത്. അപ്പോൾ സിനിമാ ലോകത്ത് ഈ വലിയ വിജയം ഉണ്ടായിട്ട് കൂടി
ബിസ്മില്ല ഖാൻസ് വെഞ്ചേഴ്സ്, ബിസ്മില്ല ഖാൻ്റെ സംരംഭം അല്ലെങ്കിൽ ബിസ്മില്ല ഖാൻ്റെ പരിശ്രമം ഇൻ ഫിലിം മ്യൂസിക്, ഇൻ ഫിലിം സിനിമ മ്യൂസിക് സംഗീതത്തിൽ. അപ്പോൾ ഇൻ ഫിലിം മ്യൂസിക് സിനിമ സംഗീതത്തിൽ വെർ ലിമിറ്റഡ് അവ പരിമിതപ്പെട്ടു ടു രണ്ടെണ്ണത്തിലേക്ക്. വിജയ് ഭട്ട്സ് ഗുഞ്ച് ഉത്തി ഷെഹനായ്, വിജയ് ഭട്ടിൻ്റെ ഗുഞ്ച് ഉത്തി ഷെഹനായിലേക്കും ആൻഡ് വിക്രം ശ്രീനിവാസ് കന്നഡ വെഞ്ചർ സനദി അപ്പന്ന, അതിലും അതുപോലെ തന്നെ വിക്രം ശ്രീനിവാസിൻ്റെ കന്നഡ സംരംഭമായ അല്ലെങ്കിൽ കന്നഡ ഭാഷയിലെ പരിശ്രമമായ സനാദി അപ്പന്ന എന്ന സിനിമയിലും. അപ്പോൾ സിനിമാ ലോകത്ത് ഇത്രയും വലിയൊരു സക്സസ് ഉണ്ടായിട്ട് കൂടി, സിനിമാ ലോകത്ത് ഇത്രയും വലിയൊരു വിജയം ഉണ്ടായിട്ട് കൂടി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വിജയ് ഭട്ടിൻ്റെ കുഞ്ച് ഉത്തി ഷെഹനായ് എന്ന സിനിമയിൽ ബിസ്മില്ല ഖാൻ്റെ കമ്പോസിഷനായ ദിൽ ഖാ ഖിലോന ഹേ ടൂട്ട് ഗയ ഹിറ്റായിരുന്നു, അത് ചാർട്ട് ബസ്റ്ററിൽ കയറി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു സക്സസ് ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ബിസ്മില്ല ഖാൻ്റെ സിനിമയിലുള്ള സംരംഭം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ സംഗീതത്തിലുണ്ടായിരുന്ന പരിശ്രമങ്ങൾ വെറും 2 സിനിമകളിലേക്ക് ഒതുങ്ങി. അവ ഏതൊക്കെയായിരുന്നു? വിജയ് ഭട്ടിൻ്റെ ഗുഞ്ച് ഉത്തി ഷെഹനായിയും വിക്രം ശ്രീനിവാസിൻ്റെ കന്നഡ സംരംഭമായ സനാദി അപ്പന്നയിലേക്കും. ഐ ജസ്റ്റ് കാൻ കം ടു ടേംസ് വിത്ത് ദ ആർട്ടിഫിഷ്യാലിറ്റി ആൻഡ് ഗ്ലാമർ ഓഫ് ദ ഫിലിം വേൾഡ്. ഐ ജസ്റ്റ് കാണ്ട്, എനിക്ക് കേവലം കഴിയില്ല. കം ടു ടേംസ്, സഹകരിക്കാൻ. വിത്ത് ദ ആർട്ടിഫിഷ്യാലിറ്റി ആൻഡ് ഗ്ലാമർ ഓഫ് ദ ഫിലിം വേൾഡ്. വിത്ത് ദ ആർട്ടിഫിഷ്യാലിറ്റി, കൃത്രിമത്വം, പകിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശസ്തി ഓഫ് ദ ഫിലിം വേൾഡ്, സിനിമാ ലോകത്തിന്റെ. അപ്പോൾ പ്രശസ്തി ഉണ്ട് അല്ലെങ്കിൽ ഗ്ലാമർ ഉണ്ട് എന്ന് മാത്രമുള്ള കാരണം കൊണ്ട് എനിക്ക് ഈ കൃത്രിമമായ സിനിമാ ലോകത്തോട് സഹകരിച്ചു പോവാൻ കഴിയില്ല. ഹി സേസ് വിത്ത് എംഫസിസ്, ഹി സേസ് അദ്ദേഹം പറയുന്നു, ആര്? ബിസ്മില്ല ഖാൻ പറയുന്നു, വിത്ത് എംഫസിസ്, തറപ്പിച്ച്. അപ്പോ ബിസ്മില്ല ഖാൻ തറപ്പിച്ച് പറയുന്നു, പ്രശസ്തി ഉണ്ട് അല്ലെങ്കിൽ ഗ്ലാമർ ഉണ്ട് എന്ന് മാത്രമുള്ള കാരണം കൊണ്ട് എനിക്ക് ഈ കൃത്രിമമായ സിനിമാ ലോകത്തോട് സഹകരിച്ചു പോവാൻ കഴിയില്ല എന്ന് ബിസ്മില്ല ഖാൻ തറപ്പിച്ച് പറയുന്നു. അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ കെയിം തിക്ക് ആൻഡ് ഫാസ്റ്റ്. അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ, അവാർഡുകളും അംഗീകാരങ്ങളും കെയിം വന്നു, തിക്ക് ആൻഡ് ഫാസ്റ്റ്, വളരെ പെട്ടെന്ന് വർദ്ധിച്ചു. അപ്പോ ബിസ്മില്ല ഖാന് അവാർഡുകളും അംഗീകാരവും ഒക്കെ പെട്ടെന്ന് തന്നെ വർദ്ധിച്ചു. ബിസ്മില്ല ഖാൻ became the first Indian to be invited to perform at the prestigious Lincoln Center Hall in the United States of America. ബിസ്മില്ല ഖാൻ ബിസ്മില്ല ഖാൻ ആയി തീർന്നു the first Indian, ആദ്യത്തെ ഇന്ത്യക്കാരൻ, to be invited to perform, പ്രകടിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടയാൾ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടയാൾ. at the prestigious Lincoln Center Hall, വളരെ പ്രശസ്തമായ ലിങ്കൺ സെന്റർ ഹാളിൽ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വളരെ പ്രശസ്തമായ ലിങ്കൺ സെന്റർ ഹാളിൽ അവതരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനായി, ആദ്യത്തെ ഇന്ത്യൻ പെർഫോമറായി ബിസ്മില്ല ഖാൻ മാറി. He also took part in the World Exposition in Montreal, in the Cannes Art Festival and in the Osaka Trade Fair. He also took part. അദ്ദേഹം ഇതിലും കൂടെ പങ്കെടുത്തു അല്ലെങ്കിൽ ഇതിലും കൂടെ പങ്കാളിയായി. എന്തിലൊക്കെ? In the World Exposition in Montreal, മോൺട്രിയലിൽ നടന്ന വേൾഡ് എക്സ്പോസിഷനിലും, in the Cannes Art Festival, കേനിലെ ആർട്ട് ഫെസ്റ്റിവലിലും, and in the Osaka Trade Fair, ഒസാക്കയിലെ ട്രേഡ് ഫെയറിലും അദ്ദേഹം പങ്കെടുത്തു. So well known did he become internationally that an auditorium in Tehran was named after him, Tahar Mosik Ustad Bismillah Khan. Well known did he become internationally. That means he became internationally well known. അദ്ദേഹം ലോക പ്രശസ്തനായി, അതായത് അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി. So that, അതുകൊണ്ട് an auditorium in Tehran was named after him. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഒരു ഓഡിറ്റോറിയം was named after him. Named after him എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെയോ പേര് മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിനോ കൊടുക്കുന്നതിനെയാണ് named after കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ല ഖാൻ ലോക പ്രശസ്തനായതുകൊണ്ട് തന്നെ ടെഹ്റാനിലെ ഒരു ഓഡിറ്റോറിയത്തിന് അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി അദ്ദേഹത്തിന്റെ പേര് നൽകി. ആ ഓഡിറ്റോറിയത്തിന്റെ പേരാണ് തഹർ മോസിക് ഉസ്താദ് ബിസ്മില്ല ഖാൻ. National awards like the Padma Shri, the Padma Bhushan and the Padma Vibhushan were conferred on him.
ദേശീയ ബഹുമതികളായ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും അദ്ദേഹത്തിന് നൽകപ്പെട്ടു. In 2001, Ustad Bismillah Khan was awarded India's highest civilian award, the Bharat Ratna. In 2001, ഭാരതത്തിലെ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡായ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരത് രത്ന നൽകിക്കൊണ്ട് രാജ്യം അദ്ദേഹത്തെ ബഹുമാനിച്ചു. ഏറ്റവും ഉന്നതമായ സേവനത്തിന് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ പ്രകടനത്തിന് ജാതി മത ലിംഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇന്ത്യയിലെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരത് രത്ന. With the coveted award resting on his chest and his eyes glinting with rare happiness, he said, "Teach your children music. This is Hindustan's richest tradition. Even the West is now coming to learn our music." With the coveted award, ഒരുപാട് മോഹിച്ച അവാർഡ്, ഒരുപാട് മോഹിച്ച ബഹുമതി, റെസ്റ്റിംഗ് ഓൺ ഹിസ് ചെസ്റ്റ്, അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വിശ്രമിക്കുമ്പോൾ, അതായത് ആ അവാർഡ് അദ്ദേഹത്തിന്റെ നെഞ്ചിലായി തൂങ്ങിക്കിടക്കുമ്പോൾ, ആൻഡ് ഹിസ് ഐസ് ഗ്ലിൻറ്റിംഗ്, അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, വിത്ത് റെയർ ഹാപ്പിനെസ്, അപൂർവമായ മുമ്പെങ്ങും കാണാത്ത സന്തോഷത്തോടെ, ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. ഇവിടെ വളരെ ആഗ്രഹിക്കപ്പെടുന്ന ഭാരതരത്ന എന്ന അവാർഡ് അദ്ദേഹത്തിന്റെ നെഞ്ചിന് മുകളിൽ തൂങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ അപൂർവമായ സന്തോഷം കൊണ്ട് തിളങ്ങുന്ന കണ്ണുകളോടെ അദ്ദേഹം പറഞ്ഞു. അതായത് ഈ അവാർഡ് കൈപ്പറ്റി സന്തോഷത്തോടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. All I would like to say is, ഞാൻ ആകെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. Teach your children music. നിങ്ങളുടെ കുട്ടികളെ സംഗീതം പഠിപ്പിക്കൂ. This is Hindustan's richest tradition. ഇതാണ് ഹിന്ദുസ്ഥാന്റെ, ഭാരതത്തിന്റെ റിച്ചസ്റ്റ്, ഏറ്റവും സമ്പന്നമായ ട്രഡീഷൻ, പാരമ്പര്യം. Even the West is now, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസ്, പടിഞ്ഞാറൻ രാജ്യങ്ങൾ, യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങൾ, is now coming to learn our music. നമ്മുടെ സംഗീതം പഠിക്കാൻ വേണ്ടി വരുന്നു. കുട്ടികളെ സംഗീതം പഠിപ്പിക്കുക. ഇതാണ് ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യം. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ സംഗീതം പഠിക്കാൻ ആൾക്കാർ കടന്നു വരുന്നു. In spite of having traveled all over the world, Khan Saab, as he is fondly called, is exceedingly fond of Benares and Dumran, as they remain for him the most wonderful towns of the world. In spite of, ആയിട്ടുകൂടി, in spite of traveling all over the world, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് കൂടി, Khan Saab, as he is fondly called, Khan Saab എന്നാണ് മറ്റുള്ളവർ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കാറുള്ളത്. is exceedingly fond, വളരെയധികം ഇഷ്ടപ്പെടുന്നു, of Benares and Dumran, ബനാറസിനെയും ഡമറോണിനെയും. they remain, the two cities remain, Benares and Dumran remained, ബനാറസും ഡമറോനും നിലനിന്നു. for him, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അദ്ദേഹത്തിന്, the most wonderful towns of the world, the most wonderful, wonderful എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ എന്നാണ്, പക്ഷെ ഇവിടെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന അർത്ഥത്തിലാണ് എടുക്കുന്നത്. ടൗൺസ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ നഗരങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിലെ പട്ടണങ്ങളിൽ. ഖാൻ സാബ് എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെട്ട അദ്ദേഹം ലോകം മുഴുവനും സഞ്ചരിച്ചിട്ട് കൂടി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരങ്ങൾ ബനാറസും ഡമറോനും ആയിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അതിശയിപ്പിക്കുന്ന രണ്ട് നഗരങ്ങളായി അവ നിലനിന്നു. A student of his once wanted him to head a SHEHNAI school in the USA, and the student promised to recreate the atmosphere of Benares by replicating the temples there. A student of his, അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, once wanted him, ഒരിക്കൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, to head a SHEHNAI school in the USA, യുഎസ്എയിലെ ഒരു ഷെഹനായി സ്കൂൾ നയിക്കാൻ അല്ലെങ്കിൽ അതിന്റെ തലവനായിരിക്കാൻ. ആൻഡ് ദ സ്റ്റുഡന്റ് പ്രോമിസ്ഡ്, മാത്രല്ല ആ വിദ്യാർത്ഥി അദ്ദേഹത്തിന് ഉറപ്പ് നൽകി, ടു റീക്രിയേറ്റ്, പുതുതായി ഉണ്ടാക്കാൻ, ദി അറ്റ്മോസ്ഫിയർ ഓഫ് ബനാറസ്, ബനാറസിലെ അന്തരീക്ഷം, ബൈ റെപ്ലിക്കേറ്റിംഗ് ദി ടെമ്പിൾസ് ദേർ, ബനാറസിലെ ക്ഷേത്രങ്ങൾ അതേപോലെ തന്നെ അവിടെ നിർമ്മിച്ചുകൊണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ
അമേരിക്കയിൽ ഒരു ഷെഹനായി സ്കൂളിന് നേതൃത്വം നൽകുന്നതിനായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല ആ വിദ്യാർത്ഥി ബനാറസിലെ ക്ഷേത്രങ്ങളെ പോലെ തന്നെയുള്ള ക്ഷേത്രങ്ങൾ അവിടെ നിർമ്മിച്ചു നൽകാമെന്നും ബനാറസിലെ അതേ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി കൊടുക്കാമെന്നും വാക്കുകൊടുത്തു. But Khan Sahib asked him if he would be able to transport river Ganga as well. But Khan Sahib asked him. പക്ഷേ ഖാൻ സാബ് ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു, if he would be able, അവന് കഴിയുമോ, to transport river Ganga as well, ഗംഗാ നദിയെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ. അപ്പോ ഖാൻ സാബ് ചോദിച്ചു, അവന് ഗംഗാ നദിയെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന്. Later he is remembered to have said, that is why whenever I am in a foreign country, I keep yearning to see Hindustan. Later he is remembered. പിന്നീട് അദ്ദേഹം ഓർത്തെടുക്കുന്നു, to have said, ഇങ്ങനെ പറഞ്ഞതായി. That is why, അതുകൊണ്ടാണ്, whenever I am in a foreign country, ഞാൻ എപ്പോഴൊക്കെയാണോ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാവാറ്, I keep yearning, ഞാൻ ആഴത്തിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വളരെയധികം കൊതിക്കുന്നത്, to see Hindustan, ഹിന്ദുസ്ഥാനെ കാണാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ തിരിച്ചെത്താൻ. അന്ന് പറഞ്ഞതായി പിന്നീട് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ലോകത്ത് എവിടെയായിരിക്കുമ്പോഴും ഇന്ത്യയെ കാണാൻ, ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. While in Mumbai, I think of only Benares and the Holy Ganga. While in Mumbai, മുംബൈയിലായിരിക്കുമ്പോൾ, I think of only Benares and the Holy Ganga. ഞാൻ ആകെ ആലോചിക്കുന്നത് ബനാറസിനെ പറ്റിയും പുണ്യനദിയായ ഗംഗയെയുമാണ്. And while in Benares, I miss the unique matta of Dumaron. And while in Benares, ബനാറസിലായിരിക്കുമ്പോഴോ, I miss the unique matta of Dumaron. ഡുമറോണിലെ അതിവിശിഷ്ടമായ മത്ത എന്ന പാനീയം നഷ്ടപ്പെടുന്നതിന്റെ വിഷമം ഞാൻ അനുഭവിക്കാറുണ്ട്. ഉസ്താദ് ബിസ്മില്ല ഖാൻസ് ലൈഫ് is a perfect example of the rich cultural heritage of India, one that effortlessly accepts that a devout Muslim like him can very naturally play the Shehnai every morning at the Kashi Vishwanath temple. ഉസ്താദ് ബിസ്മില്ല ഖാൻസ് ലൈഫ്, ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ജീവിതം is a perfect example, അത് ഏറ്റവും ഉചിതമായ ഉദാഹരണമാണ്. എന്തിനൊക്കെ? of the rich cultural heritage of India, സമ്പന്നമായ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ, സാഹോദര്യം, സ്നേഹം, ത്യാഗം, രാജ്യസ്നേഹം, വ്യത്യസ്ത ജാതീയ മതങ്ങൾ തമ്മിലുള്ള ഐക്യം, one that, ആ ഒന്ന്, that means cultural heritage of India, effortlessly, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, accepts, സ്വീകരിക്കുന്നു, that, അതായത് a devout Muslim like him, അദ്ദേഹത്തെ പോലെ വളരെ ദൈവഭക്തനായ ഒരു വ്യക്തി, ഒരു മുസ്ലിം, can, കഴിയുന്നു, വെരി നാച്ചുറലി, വളരെ സ്വാഭാവികമായി, അതായത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, പ്ലേ ദ ഷെഹനായി, ഷെഹനായി വായിക്കാൻ, എവ്രി മോർണിംഗ്, എല്ലാ രാവിലകളിലും, അറ്റ് ദ കാശി വിശ്വനാഥ് ടെമ്പിൾ, കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൽ. ഒരു മുസ്ലിമായ അദ്ദേഹം ക്ഷേത്രത്തിൽ ദിവസവും രാവിലെ പോയിട്ട് ഷെഹനായി വായിക്കുന്നത് ജനങ്ങളും സമൂഹവും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്വീകരിക്കുന്നത് ഇന്ത്യക്ക് മഹത്തായ ഒരു സംസ്കാരമുള്ളതുകൊണ്ടാണ്, അഥവാ ഇന്ത്യക്കാർക്ക് സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ സംസ്കാര പൈതൃകത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിസ്മില്ല ഖാന്റെ ജീവിതം.